പൈസ പോയി ബ്രോ പടം കൊള്ളായിരുന്നു. പാസം ഉണ്ടായില്ലെങ്കിൽ സെറ്റ് പടമായിരുന്നു. പുള്ളിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സൂര്യയുടെ കംബാക്കാണ്. അതിൽ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. സംഭവം സൂപ്പർ 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 നല്ല പടം, സൂപ്പർ പടം, ഒന്നും പറയില്ല. പൈസ പോയി കണ്ടിട്ട് ബ്രോ പടം കൊള്ളായിരുന്നു. പാസം ഉണ്ടായില്ലെങ്കിൽ സെറ്റ് പടമായിരുന്നു. കൊള്ളൂല ബ്രോ, എനിക്ക് ഇഷ്ടപ്പെടില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. നമുക്ക് ജസ്റ്റ് ഒന്ന് വൺ ടൈം കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. സൂര്യ 2-3 ഗെറ്റപ്പിലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വൺ ടൈം കണ്ടിരിക്കാവുന്നൊരു പടം. ഒന്നും പറയില്ല. നമ്മൾ ട്രെയിലറിൽ കാണുന്ന രീതിയിൽ, കാരണം ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു എസൻസ് നമുക്ക് കിട്ടും എന്തായിരിക്കും എന്ന്. കാരണം ഒരു പ്രസൻറ്റ് കാലഘട്ടവും പിന്നെ പഴയ ഏതോ ഒരു കാലഘട്ടം അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ സിനിമ തുടങ്ങുന്നത് പ്രസൻറ്റ് കാലഘട്ടത്തിലൂടെയാണ്. അതിൽ നമ്മുടെ സൂര്യയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സൂര്യയുടെ ചുറ്റും നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങൾ. അതിൽ ഡബ്ബിങ് എന്തോ, കാരണം ദിഷ പത്താനിക്കുള്ള ഡബ്ബിങ് ആണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടോ ഭയങ്കര ഒരു വെർണക്കുലർ ആക്സെൻ്റ് എന്ന് മീൻസ് അങ്ങനത്തെ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ചപ്രി ഗാങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കണ്ടിട്ട്. അതുപോലെ തന്നെ കൂടെ കുറച്ച് പേരുണ്ട്. നമ്മുടെ യോഗി ബാബു റെഡി കിങ്സ്ലിയൊക്കെ വെറുപ്പിക്കേണ്ടതിനെ മാക്സിമം വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. പുള്ളിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കുള്ളൊരു വെറുപ്പിക്കലായിരുന്നു. അതിനുശേഷം പിന്നെ വീണ്ടും അതിൽ കുറച്ച് കഥയും കുറച്ച് അപ്പോഴത്തേക്കും കുറച്ച് കഥയും വെറുതെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമല്ല, കുറച്ച് ബാക്ക് സ്റ്റോറിയും കാണിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കാലഘട്ടം പിന്നിലോട്ട് പോകുന്നു 1070 ആവാണ്ടാണ്. അപ്പോൾ അതിൽ അപ്പം കുറച്ച് അത് സ്ഥലപ്പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ, എവിടെയാണ് സംഭവിക്കുന്നത് കുറച്ച് സ്ഥലപ്പേരുകൾ. അപ്പോൾ ആ സ്ഥലപ്പേരുകൾ അതിൽ 5 ആയിട്ടുള്ള റീജിയൻസ് അവർ കാണിക്കുന്നുണ്ട്. 5 റീജിയനുകളിലും ഈ 5 പേരാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് 5 കുലം അങ്ങനത്തെ രീതിയിൽ പറയാം. അപ്പം അവിടെ നടക്കുന്ന ഒരു കഥയാണ്. അവിടെ ഒരു അധിനിവേശം, ഒരു ശക്തി വരുന്നു. പിന്നെ അതിനുശേഷം അവർ കൈയടക്കാനായിട്ട്, പിന്നെ അതിനുശേഷം അവർക്കുള്ളിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കഥ പോകുന്നത്. യാതൊരു തരത്തിലും തുടക്കത്തിലൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഓക്കെ, നമ്മൾ ചെറിയൊരു അറ്റ്ലീസ്റ്റ് ഒരു ഓക്കെ, ഈ ഒരു പാട്ട് കൊള്ളാം, ഒരു സൂര്യയുടെ പെർഫോമൻസ് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഗ്രാഫ് ഡൗൺ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് യാതൊന്നും തോന്നാത്ത രീതിയിലാണ് ഇൻ്റർവെല്ലിൽ വരുന്നത്. അതിനുശേഷം വീണ്ടും ഈ സെയിം കഥ തന്നെ. പിന്നെ അവർ വീണ്ടും ഇൻ്റർവെല്ലിന് ശേഷം പ്രസൻറ്റും അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം രണ്ടും തമ്മിലുള്ളൊരു കണക്ഷൻ ആയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ സംഭവം അങ്ങോട്ട് വർക്കാവുന്നില്ല, കാരണം ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അങ്ങനെ അങ്ങ് പോകണം. പഴയ കാലഘട്ടമാണെങ്കിൽ പിന്നെ ഓക്കെ, നമുക്ക് ലോജിക്കിൻ്റെ ഇതെന്ന് പറയാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതിലും ഒരു ഇത് വരുന്നില്ല. അപ്പം എല്ലാം കൊണ്ടും ഒരു ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. ഇനി ഒരു ക്യാമിയോ ഉണ്ട്. അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കത് പേഴ്സണലി വർക്കൗട്ടായിട്ടില്ല ആ ഒരു ക്യാമിയോ വരുന്നത്. അപ്പം അത് ആണ് ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡിങ് ക്യാരക്ടറായിട്ടാണ് അവർ ഈ ഒരു ക്യാമിയോ വരുന്നത്. ഒന്നും കൊണ്ടങ്ങ് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആയില്ല എനിക്ക് ഈ സിനിമ.